നമസ്കാരം. ബി.ജെ.പിയുടെ വളർച്ച കണക്കൂട്ടലിനപ്പുറമെന്ന് CPI സംസ്ഥാന സമ്മേളനത്തിലെ കരട് രാഷ്ട്രീയ പ്രമേയം. ബി.ജെ.പിയുടെ വളർച്ചയുടെ ആശങ്ക ചൂണ്ടിക്കാട്ടുന്നതാണ് കരട് രാഷ്ട്രീയ പ്രമേയം. അധികാരം ഉപയോഗിച്ച് സമഗ്ര മേഖലയിലും ബി.ജെ.പി കടന്നുകയറിയെന്നും സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വിശദീകരിക്കുന്നു. ബി.ജെ.പിയുടെ വളർച്ച തടയാൻ വേണ്ടത് വിശാല ഇടതുപക്ഷ ഐക്യമാണെന്ന് കരട് പ്രമേയത്തിൽ വിശദീകരിക്കുന്നു. ഐക്യം തന്ത്രപരമായ അനിവാര്യതയാണ്. തെരഞ്ഞെടുപ്പുകളെ സീസണലായി കാണരുത്. പ്രതീകാത്മക സ്ഥാനാർത്ഥിത്വങ്ങൾ ഒഴിവാക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ജനങ്ങളിലേക്ക് ആഴത്തിലിറങ്ങാനുള്ള അവസരമാക്കണം. നേതൃത്വത്തിൽ പുതുതലമുറ വികസിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇടതുപക്ഷ സഖ്യത്തിനുള്ളിലെ വിള്ളൽ നേപ്പാളിൽ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നുവെന്നും പ്രമേയത്തിൽ വിശദീകരിക്കുന്നു. ഇടതുപക്ഷ സഖ്യത്തിനുള്ളിൽ പ്രത്യേകിച്ച് CPN UML-നും CPN മാവോയിസ്റ്റ് സെന്ററിനും ഇടയിലുള്ള വിള്ളൽ ആഴത്തിലാകുന്നതിലൂടെ ഫലപ്രദമായി ഭരിക്കാനുള്ള സഖ്യത്തിന്റെ കഴിവിനെ ദുർബലപ്പെടുത്തുന്നതിലൂടെ നേപ്പാൾ വളർന്നുവരുന്ന രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നുവെന്നും പ്രമേയത്തിൽ പറയുന്നു. അതേസമയം രാഷ്ട്രീയ അഴിമതിയിലും ഭരണപരാജയങ്ങളിലും പൊതുജനങ്ങൾക്കുള്ള നിരാശയെ ഇന്ധനമായി രാജവാഴ്ച അനുകൂലിക്കുന്ന പ്രകടനങ്ങൾ വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട്. ഹിന്ദു രാഷ്ട്രം, ഭരണഘടനാ രാജവാഴ്ച എന്നീ ആവശ്യങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ഈ ശക്തികളെ പരാജയപ്പെടുത്താൻ എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടികളുടെയും ഏകീകൃത ശ്രമവും ദൃഢനിശ്ചയവും സാഹചര്യവും ആവശ്യപ്പെടുന്നുവെന്നും പ്രമേയത്തിൽ വിശദീകരിക്കുന്നു. അതിനിടെ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നതാണ് CPIയുടെ പ്രവർത്തന റിപ്പോർട്ട്. സർക്കാരിൻ്റെ മുൻഗണനാ ക്രമങ്ങളിൽ പാളിച്ചയുണ്ട്. സർക്കാരിന് കള്ളു വ്യവസായത്തെക്കാൾ താല്പര്യം വിദേശ മദ്യത്തോടാണ്. ഇടതണികളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവഗണിക്കുകയാണ്. ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഗുരുതരമായ തിരിച്ചടി ഉണ്ടാകുമെന്നും പ്രവർത്തന റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ഇടതുമുന്നണി ശക്തമാകണമെന്നും LDFന്റെ പ്രവർത്തനങ്ങൾ താഴെ തട്ടിലേക്ക് എത്തണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ നേട്ടത്തെ കുറച്ചു കാണരുതെന്നും റിപ്പോർട്ടിലുണ്ട്. അതിനിടെ മുതിർന്ന നേതാവ് KE ഇസ്മായിലിനെ സമ്മേളന പ്രതിനിധിയാക്കിയില്ല എന്ന വിവാദത്തിനിടയിലാണ് ആലപ്പുഴയുടെ ചുവന്ന മണ്ണിൽ CPI സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് ഔദ്യോഗിക തുടക്കമാകുന്നത്. 43 വർഷത്തിന് ശേഷമാണ് ആലപ്പുഴ CPI സംസ്ഥാന സമ്മേളനത്തിന് വീണ്ടും വേദിയാകുന്നത്. സമ്മേളന നഗരിൽ സ്ഥാപിക്കുന്ന ദീപശിഖ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ഇന്നലെ വൈകിട്ട് വലിയ ചുടുകാട്ടിലെത്തിച്ചു. CPI ശതാബ്ദിയെ അനുസ്മരിച്ച് 100 വനിതാ അത്ലറ്റുകളാണ് ദീപശിഖ ഇന്ന് സമ്മേളന വേദിയിൽ എത്തിക്കുന്നത്. CPIയുടെ യൂട്യൂബ് ചാനലായ കനൽ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ K. നാരായണൻ ഉദ്ഘാടനം ചെയ്യും. നാളെയും മറ്റന്നാളും പ്രതിനിധി സമ്മേളനം തുടരും. 39 ക്ഷണിതാക്കൾ ഉൾപ്പെടെ 528 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്.